അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, മാഷാ അല്ലാഹ്, കൈഫ അൻതും? നമ്മളൊരു പുതിയൊരു പാഠത്തിലേക്കാണ് ഇന്ന് പോകുന്നുള്ളത്. വളരെ എളുപ്പമുള്ള എന്നാൽ ഇസ്ലാമിക നാഗരികതയുടെ സാംസ്കാരികതയെ കുറിച്ചിട്ടുള്ള മനോഹരമായൊരു പാഠമാണ് ഈ പാഠം. ഇൻഷാ അല്ലാഹ് നമ്മൾ സഅരിഫു ബഅദ ഹീനിൻ بعد ختام هذا الدرس عن مؤلف هذا النقطة. ഈ പേരെഴുതികളെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഇങ്ങോട്ടേക്ക് തന്നെ പോകാം, പാഠഭാഗത്തേക്ക് തന്നെ പോകാം ഇൻഷാ അല്ലാഹ്. أما زعم من زعم أن الإسلام لم يتمكن من تأسيس مدنية خاصة. أما زعم من زعم أن الإسلام لم يتمكن من تأسيس مدنية خاصة أن الإسلام لم يبني أي مدنية. ഇസ്ലാം പുതിയൊരു സംസ്കാരത്തിന് തിരികൊളുത്തിയിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല, പുതിയൊരു നാഗരികത ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ വാദങ്ങളൊക്കെയും, അമ്മാസാമു മൻസാം പറയുന്ന ആൾക്കാരുടെ വാദങ്ങളൊക്കെയും, അന്നൽ ഇസ്ലാമ ലമ്യതമക്കൻ, ഇസ്ലാം ഉണ്ടാക്കിയിട്ടില്ല, ലമ്യതമക്കൻ ഇസ്ലാമിന് സൗകര്യപ്പെട്ടിട്ടില്ല, മിൻ തഅസീസി മദനിയത്തിൻ ഖാസ്സ, പ്രത്യേകതരം ഒരു നാഗരിക സംസ്കാരം, ഒരു സംസ്കാരം ഇസ്ലാമിന് ഉണ്ടാക്കാൻ, അസ്ഥിവാരമിടാൻ, തഅസീസ് അസ്സസ നിർമ്മിക്കാൻ ഇസ്ലാമിന് സൗകര്യപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുടെ വാദങ്ങളൊക്കെയും, വൽ ഇസ്ലാലു അലാ ദാലിക ബിഹാലത്തിഹിൽ ഹാളിറ, ഇങ്ങനെ ഈ വാദത്തിന് തെളിവ് പിടിക്കലും അലാദാലിക്, ഈ ഒരു വാദം, ഇസ്ലാമിൽ പുതിയൊരു സംസ്കാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, മുസ്ലിം സംസ്കാരം എന്നുള്ള ഒരു നാഗരികത, സംസ്കാരമല്ല നാഗരികത, ഒരു ഇസ്ലാമിക ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഇസ്ലാമിക സിവിലൈസേഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വാദവും, ആ വാദത്തിന് ഉപോത്ബലകമായിട്ട് വരുന്ന തെളിവ് ശേഖരണവും, ആ തെളിവ് ശേഖരണങ്ങളെ ബിഹാലത്തിൽ ഹാദിറ, ഇന്നത്തെ ഇസ്ലാമിക നാടുകൾ കണ്ടിട്ട്, ഇസ്ലാമിക നാഗരികത കണ്ടിട്ട് ഇത് പഴയ തന്നെയാണ്, പുതുതായിട്ട് ഇസ്ലാം ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഫഹുറാഫത്തുൻ യമവ്വഹു ബിഹാ അബാദ അൽ ഇസ്ലാം, അത് തീർച്ചയായിട്ടും ഖുറാഫയാണ്, അസത്യമാണ്. ഖുറാഫ അസത്യം, അന്ധവിശ്വാസം, അസത്യമാണത്. യമവ്വഹു ബിഹാ അബാദ അൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചില ശത്രുക്കൾ അതിൽ വഞ്ചിതരായി പോയിട്ടുണ്ട് എന്നർത്ഥം. ഇസ്ലാമിൻ്റെ ചില ശത്രുക്കളെങ്കിലും അതിൽ വഞ്ചിതരായി പോയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ചില ശത്രുക്കളെങ്കിലും അതിൽ വഞ്ചിതരായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത് അങ്ങനെയുള്ളൊരു കാര്യമാണ് ഈ വാദവും. ആ വാദത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ അവസ്ഥ വെച്ച് ചേർത്തുകൊണ്ടുള്ള തെളിവ് ശേഖരണവും, ഇസ്ലാമിക ലോകത്ത് ഇന്ന് കാണുന്ന ഒരുപാട് ദുരവസ്ഥകളുണ്ട്, ആ ദുരവസ്ഥകളൊക്കെയും ചൂണ്ടിക്കാണിച്ച് അത് തെളിവായിട്ട് സ്വീകരിച്ചിട്ട് ഇസ്ലാമിക ലോകത്ത് പുതിയൊരു നാഗരികത തുടക്കം കുറിച്ചിട്ടില്ല, പഴയ തന്നെ ഇസ്ലാം പിന്തുടർന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ. മനസ്സിലായോ? വാദിക്കുന്ന ആൾക്കാരുടെ വാദങ്ങൾ എത്രയും, അന്നൽ ഇസ്ലാമിയെ തമക്കൻ, ഇസ്ലാമിന് സൗകര്യപ്പെട്ടിട്ടില്ല എന്നുള്ള വാദം, മിൻ തഅസീസ് മദനിയത്തിൻ ഖാസ്സ, ഒരു പ്രത്യേക തരത്തിലുള്ള നാഗരികത പടുത്തുയർത്താൻ ഇസ്ലാമിന് സാധിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുടെ വാദവും, വല്ലിസ്തിദ്ലാൽ, തെളിവ് ശേഖരണം, അലാദാലിക്ക്, ആ വാദത്തിന് വേണ്ടിയിട്ടുള്ള തെളിവ് ശേഖരണം, ബിഹാലത്തിൽ ഹാലിറ, ഇന്നത്തെ ഇസ്ലാമിൻ്റെ നാഗരികത അവസ്ഥ വെച്ചിട്ട് അതിനുള്ളിട്ടുള്ള തെളിവ് ശേഖരണവും, ഫഹുവ, അത് ഖുറാഫത്തുൻ, അത് ഖുറാഫത്താണ്, ഫഹുവ ഖുറാഫത്തുൻ, അതൊരു ഖുറാഫത്താണ്. യമവ്വഹു ബിഹാ ബഅദ അൽ ഇസ്ലാം, ഒരുപാട് ആൾക്കാർ, ഇസ്ലാമിൻ്റെ ഒരുപാട് ശത്രുക്കൾ അതുകൊണ്ട്, മവ്വഹ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, പൊടിപ്പും തൊങ്ങനും ചേർക്കുക, മോടി ഒടിപ്പിക്കുക, ഇങ്ങനെ വെറുതെ പൊടിപ്പും തൊങ്ങനും ചേർക്കുക എന്ന് പറയില്ല, അതിനാണ് മവ്വഹ. അല്ലെങ്കിൽ എന്താ പറയുക, സ്വർണം പൂശുക, വെള്ളി പൂശുക എന്നൊക്കെയാണ് അർത്ഥം. ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പൊടിപ്പും തൊങ്ങനും വെച്ച് ചേർക്കുന്നതിനാണ് മവ്വഹ എന്ന് പറയുന്നത്. മിനൽ ഖാരിജ്, പുറത്തുള്ള ശത്രുക്കൾ അങ്ങനെ പൊടിപ്പും തൊങ്ങനും വെച്ച് ചേർത്താണ്. അബാദു ജാഹിദിഹി, ഇസ്ലാമിക സംസ്കാരത്തെ നിഷേധിക്കുന്ന ആൾക്കാരും ചേർത്താണ്. മിനദ്ദാഖിൽ, ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പുറത്തുള്ള ആൾക്കാരും ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ നിഷേധിക്കുന്ന ആൾക്കാരാണ്, മുസ്ലിം നാമധാരികളാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. അമ്മൽ ഖിസ്മുൽ അവൽ, ഈ ഇസ്ലാമിനെ പുറത്ത് ഇസ്ലാമിനെ ഈ രീതിയിൽ
ആരോപിക്കുന്ന ആൾക്കാർ, ഇസ്ലാം പുതിയൊരു നാഗരികത കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്ന വിഭാഗം, ഫലഅജ്ല യസ്ബഗുൽ മുസ്ലിമിന ബിസ്ബഗത്തിൽ ഔറബിയ്യ, അത് ഫലഅജ്ലി യസ്ബഗുൽ മുസ്ലിമിൻ, മുസ്ലിങ്ങളെ ചായം പൂശാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു ശ്രമം നടത്തിയത്. ബിസ്ബഗത്തിൽ ഔറബിയ, യൂറോപ്യൻ ചായം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ഇപ്പോഴുള്ളത് അത് യൂറോപ്യൻ സ്റ്റൈലാണ്, ഇസ്ലാമികമായിട്ട് ഒരു സ്റ്റൈലും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അമ്മൽ ഖിസ്മു സാലി, മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും തന്നെ ബാൽ ജാഹിദിമിൽ ദാഖിൽ, ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ ഇസ്ലാമിന് അങ്ങനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് വാദിക്കുന്നത് ഫലിയാജുൽ യസ്റോഫിൽ ആലമിൽ ഇസ്ലാമി, മുസ്ലിം ലോകത്ത് അവർക്ക് കൃഷി ഇറക്കാനാണ്. ബുദൂറുൽ ഇൽഹാദ് നാസ്തികത, ദൈവനിഷേധത്തിൻ്റെ വിത്ത് പാകാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഫലിയാജുൽ യസ്റോഫിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്ത് അവർക്ക് വിത്ത് പാകാനാണ്. ബുദൂറുൽ ഇൽഹാദ്, ബദറുഞ്ചമ ബുദൂർ, വിത്ത്, ഇൽഹാദ് നാസ്തികത, ദൈവനിഷേധം, നിരീശ്വരത്വം, ഈശ്വരമില്ലായ്മ, നിരീശ്വരത്വത്തിൻ്റെ വിത്ത് പാകാനാണ് രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മുസ്ലിം ആൾക്കാർ കരുതുന്നതെങ്കിൽ, ഒന്നാമത്തെ ശത്രുക്കളായ ഇസ്ലാമിൻ്റെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ അവരുടെ തീരുമാനം അത് മുസ്ലിങ്ങളിൽ നേടിയതൊക്കെയും യൂറോപ്പിലൂടെ നേടിയതാണെന്ന് വരുത്തി തീർക്കാനുമാണ്. ഓക്കെ, അൻതും അദ്റക്തും ഹാദാ. فتأخر المسلمين في القرون الأخيرة അവസാന നൂറ്റാണ്ടാകുമ്പോഴേക്കും മുസ്ലിങ്ങൾ ഈ ഒരു നാഗരികതയിൽ നിന്ന് ഉള്ള മുസ്ലിങ്ങളുടെ തിരിച്ചുപോക്ക് അല്ലെങ്കിൽ പിൻവാങ്ങൽ, ലമ്യക്കുമിന് ശരീഅ, അത് ശരീഅത്ത് കാരണമല്ല, ഇസ്ലാമിൻ്റെ ആദർശം കാരണമല്ല മുസ്ലിങ്ങൾ അത്തരത്തിലുള്ള നാഗരികതയിൽ നിന്ന് പിൻവാങ്ങിപ്പോയത്. ബൽമിനൽ ജഹലി ബിശ്ശരിയ, നേരെ മറിച്ച് ശരീഅത്തിനെ കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാമിൻ്റെ ശരീഅത്ത് കൊണ്ടല്ല, ശരീഅത്ത് കാരണമല്ല ഇത്തരത്തിലുള്ള നാഗരികതയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒരുപാട് പിന്നോട്ടടിച്ചിട്ടുള്ളത്. മറിച്ച് ബൽമിനൽ ജഹലി ബിശ്ശരിയ, ശരീഅത്തിലുള്ള കൃത്യമായ അവഗാഹമില്ലായ്മ കാരണമാണ് പിന്നോട്ടടിച്ചത്. ഔ മിൻ ആദം ഇജ്റാഹ് കാമിഹ കമായംബഗി, അല്ലെങ്കിൽ ഔമിൻ ആദിം ഇജ്റാഹ് കാമിഹ, അതിൻ്റെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഒരുപാട് വിധിവിലക്കുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാത്തത് കാരണമാണ്. കമായംബഗി, നടപ്പിലാക്കേണ്ട രീതിയിൽ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് മുസ്ലിം ലോകം ഇന്ന് കാണുന്ന ഈ ഒരു അപജയത്തിലേക്ക് അല്ലെങ്കിൽ നാഗരികതയിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ശരീഅത്തല്ല കാരണം, നേരെ മറിച്ച് ശരീഅത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവഗാഹമില്ലാത്തതും അതേപോലെ തന്നെ ശരീഅത്ത് നിഷ്കർഷിക്കുന്ന ആ വിധിവിലക്കുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കാത്തതുമാണ് മുസ്ലിം ലോകത്ത് നാഗരികതയിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ള കാരണം. വലമ്മാ കാനത്ത് ശരീഅത്ത് ജാരിയത്തൻ അല ഹഖ്ഹ, ശരീഅത്ത് നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് അതേ രീതിയിൽ അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ നടപ്പിലാകുന്ന സമയത്തൊക്കെയും കാനൽ ഇസ്ലാമു അലീമൻ അസീസ, ഇസ്ലാമിക സംസ്കാരം അതിബൃഹത്തായ ഒരു സംസ്കാരമായിരുന്നു. അസീസൻ, ആത്മാഭിമാനമുള്ളൊരു സംസ്കാരമായിട്ട് മാറിയിരുന്നു. ശരീഅത്തിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കിയ സന്ദർഭത്തിലൊക്കെയും ഇസ്ലാമിക സംസ്കാരം അലീമൻ അസീസ, ബൃഹത്തായ വൈപുല്യങ്ങളേറെ നിറഞ്ഞ സംസ്കാരമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഇസ്ലാമിക സംസ്കാരം. അതുകൊണ്ട് ശരീഅത്തിന് കുറ്റം പറയാൻ പറ്റില്ല. ശരീഅത്ത് ഉണ്ടായത് കൊണ്ടല്ല മുസ്ലിം ലോകം പിന്നോട്ട് അടിച്ചിട്ടുള്ളത്, മറിച്ച് ശരീഅത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതിൽ പറ്റിയ അപജയം. മറ്റൊന്ന്, ശരീഅത്തിൻ്റെ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കേണ്ട രീതിയിലല്ലാതെ നടപ്പിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇസ്ലാമിക ശരീഅത്ത് അതിൻ്റെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കിയപ്പോഴൊക്കെയും ഇസ്ലാമിക സംസ്കാരം അത്യുന്നത സോപാനങ്ങളിൽ വിരാജിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനും പറ്റും എന്നർത്ഥം. ഒബദനീയത്തുൽ ഇസ്ലാമി ഖളിയത്തുൽ ലാ തുഖ്ബലുൽ മുമാഹക, ഇസ്ലാമിക സംസ്കാരം എന്നുള്ളത് അതൊരു പ്രത്യേക ഒരു ഇഷ്യൂ ആണ്, ഒരു ഖളിയാണ്, ഒരു പ്രത്യേക ഇഷ്യൂ ആണ്. ലാ തുഖ്ബലുൽ മുമാഹക, ആർക്കും തർക്കിക്കാൻ പറ്റാത്ത സുവിതർക്കിതമായ ഒരു ഇഷ്യൂ ആണ്. ഒരാൾക്കും സംശയത്തിനോ തർക്കത്തിനോ അവസരം നൽകാത്ത, എല്ലാവരുടെ മുമ്പിലും ക്രിസ്റ്റൽ ക്ലിയർ പോലെ സ്ഫടിക സമാനമായിട്ട് വ്യക്തമായൊരു സംസ്കാരമാണ് ഇസ്ലാമിക നാഗരികത എന്നാണ്. ഇത് ലൈസ മിൻ ഉമ്മത്തിൻ ഫി ഔറുബ, കാരണം യൂറോപ്യൻ സമുദായത്തിലൊന്നും കാണാനേ പറ്റൂല. സവാൻ അൽമാൻ, അത് ജർമ്മനി ആയിക്കോട്ടെ, അവൽ ഫറൻസീസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ആയിക്കോട്ടെ, അവൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരായിക്കോട്ടെ, അവത്തൊല്യാൻ അല്ലെങ്കിൽ ഇറ്റാലിയക്കാരായിക്കോട്ടെ, ആരായാലും ഇല്ല വൈന്തും താലീഫുൻ, അവരുടെ അടുക്കലേക്കും താലീഫുൻ ജംഉഹു താലിഫ്, ഗ്രന്ഥങ്ങൾ, രചനകൾ, ലാ തുഹ്സ ഫി മദനിയത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സാംസ്കാരികതയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഗ്രന്ഥങ്ങൾ എല്ലാ സമുദായത്തിലുമുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് യൂറോപ്പ് പിന്നീട്
ഉഷാറായിട്ടുള്ളത്. ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച്, നാഗരികതയെക്കുറിച്ച്, മദനീയത്ത് നാഗരികത, ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചിട്ടുള്ള ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഏത് യൂറോപ്യൻ കൺട്രി ആയാലും, അത് ജർമ്മനി ആയാലും ഫ്രഞ്ച് ആയാലും ഇംഗ്ലീഷ് ആയാലും ഇറ്റാലിയൻ ആയാലും ഏത് യൂറോപ്യൻ കൺട്രി ആയാലും അവരുടെ അടുക്കലെങ്കിലും ഒട്ടനവധി ലാത്തൊഹ്സ ഒട്ടനവധി എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് യൂറോപ്പ് ഉഷാറായത്. പഴയകാല യൂറോപ്പ് എന്ന് വെച്ചാൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശക്തി പോലും യൂറോപ്പിനില്ലായിരുന്നു. അവിടെ നിന്നാണ് ലോകത്തിൻ്റെ വിപ്ലവ നായകന്മാരായിട്ട് യൂറോപ്പുകാർ വന്നത്. ആ വരവിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾ നൽകിയ ഇസ്ലാമിക നാഗരികതയും അതിനെക്കുറിച്ച് മുസ്ലിം ലോകം തന്നെ എഴുതിയ ഇസ്ലാമിക ലോകത്തിൻ്റെ കുറിച്ചുള്ള മനോഹരമായ ഗ്രന്ഥങ്ങളുമാണ്. ഈ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പിൽക്കാലത്ത് യൂറോപ്യക്കാർ തങ്ങളുടെ യൂറോപ്യൻ അധിനിവേശം അല്ലെങ്കിൽ യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും ഇസ്ലാമിക സംസ്കാരം എന്നുള്ളത് ലോകത്താർക്കും അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചിട്ടോ അതിൻ്റെ അജയ്യതയെക്കുറിച്ചിട്ടോ അതിൻ്റെ എഫക്റ്റീവിനെസ് കുറിച്ചിട്ടോ ഒരു തർക്കവുമില്ല. അത് യൂറോപ്പിലുള്ള ഏത് രാജ്യങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. കാരണം അവരുടെ അടുക്കലൊക്കെയും ഇസ്ലാമിക നാഗരികതയെക്കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നൽകുന്ന ഒട്ടനവധി എണ്ണമറ്റ ഗ്രന്ഥങ്ങൾ അവരുടെ അടുത്തുണ്ട്. താലിഫുൻ ജംഉഹു താലിഫ് ഗ്രന്ഥങ്ങൾ. ഫൽ മദനിയ്യത്തുൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക നാഗരികത എന്ന് പറഞ്ഞാൽ ഹിയമിൽ മദനിയാത്ത് ഷഹീറ, ലോകത്ത് ഏറെ പ്രചാരം നേടിയ നാഗരികതയിൽപ്പെട്ട തന്നെയാണ് ഇസ്ലാമിക നാഗരികത എന്ന് പറഞ്ഞാൽ. അല്ലത്തി യസ്ദാനു ബിഹ താരീഖുൽ ആം, ലോകത്തിൻ്റെ പൊതുചരിത്രം ആ ഒരു നാഗരികത വിവരിക്കുമ്പോൾ യസ്ദാനു ഭംഗിയുള്ളതായിട്ട് മാറുന്നു, അലങ്കൃതമാകുന്നു എന്നർത്ഥം. ഇസ്ലാമിക നാഗരികതയുടെ വിവരങ്ങൾ നടക്കുന്ന പേജുകളിലൊക്കെയും ചരിത്രം തന്നെ ഭംഗിയുള്ളതായിട്ട് മാറുന്നത്. യസ്ദാനു ഭംഗിയുള്ളതാവുക. ഫൽ മദനിയ്യത്തുൽ ഇസ്ലാമിയ്യ, ഇസ്ലാമിക നാഗരികത എന്ന് പറഞ്ഞാൽ മിനൽ മദനിയാത്തി ഷഹീറ, ലോകത്ത് ഏറെ കേളി കേട്ട നാഗരികതയിൽ പെട്ട് തന്നെയാണ് ഇസ്ലാമിക നാഗരികത എന്നുള്ളത്. അല്ലത്തി യസ്ദാൻ ബിഹ താരീഖുൽ ആം, പൊതുചരിത്രം തന്നെ ആ നാഗരികതയെ വിവരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും അതിന് ഗ്ലാമർ കൂടുന്നുണ്ട്. യസ്ദാൻ ഭംഗിയുള്ളതാവുക. വല്ലത്തി തഖുസ്സു സിജ്ലാത്തു അൽ ഖാലിദ, ഖസ്സ എന്ന് പറഞ്ഞാൽ ഇടുങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ഖസ്സ ഇടുങ്ങുക, കൂട്ടം കൂടുക എന്നൊക്കെ അർത്ഥമുണ്ട്. ആളുകൾ തിങ്ങി നിറഞ്ഞതാവുക എന്നൊക്കെയാണ് അർത്ഥം. വല്ലത്തി തഖുസ്സു സിജില്ലാത്തുഹ, അതിലെ താരീഖിന്റെ ചരിത്ര പുസ്തകത്തിലെ റെക്കോർഡ് പുസ്തകങ്ങൾ മുഴുവനും ബി ആസാരി അൽ ബാഹിറ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ സ്വാധീനങ്ങൾ കൊണ്ട് തഖുസ്സു നിറഞ്ഞതായിട്ട് മാറുന്നു. ചരിത്ര പുസ്തകങ്ങൾ മുഴുവനും ഇസ്ലാമിക നാഗരികതയെ മാത്രം പറയാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വല്ലത്തി തഖുസ്സു സിജില്ലാത്തുഹ അൽ ഖാലിദ, അനശ്വരമായ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഏടുകൾ മുഴുവനും കനമുള്ളതായിട്ട് മാറുന്നു, നിറഞ്ഞു കവിയുന്നു. ബി ആസാരി അൽ ബാഹിറ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ ബാഹിറ, പ്രജ്വലമായ പ്രശോഭിതമായ സ്വാധീനത്താൽ. അപ്പോൾ ഇസ്ലാമിക സംസ്കാരം ലോക ചരിത്രത്തെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല. ലോക ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ ഇസ്ലാമിക സംസ്കാരം മാത്രം നിറഞ്ഞെന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ വേറൊന്നിനും ചരിത്രത്തിനൊന്നും പ്രാധാന്യമില്ലാതെ ഇസ്ലാമിക നാഗരികതയ്ക്ക് മാത്രം പ്രാധാന്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു. ബഗ്ദാദ് ഫീ ദൗറുൽ മൻസൂർ വൽ റഷീദ് വൽ മഅ്മൂൻ, അബ്ബാസിയ കാലഘട്ടത്തിലെ പ്രഗത്ഭരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, മൻസൂറിന്റെയും റഷീദിന്റെയും മഅ്മൂന്റെയും തുടങ്ങിയവരുടെയൊക്കെയും കാലഘട്ടത്തിൽ ബഗ്ദാദ് എത്തിയിട്ടുണ്ട്. ദൗർ കാലഘട്ടം. മിൻ ഇഹ്തിഫാൽ ഇമാറത്ത് നാഗരികത, ഇസ്ലാമിക നാഗരികത ആഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വസ്തിബ്ഹാൽ ഹലാറ, ഇസ്ലാമിക സംസ്കാരം അതിര് കവിയുന്ന, ഇസ്തിബഹാർ എന്ന് പറഞ്ഞാൽ കരകവിയുക, ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്ന്, ബഹർ ഇങ്ങനെ ഒഴുകുക. ഇസ്ലാമിക സംസ്കാരം അതിൻ്റെ ഉത്തുംഗ നിലയിലേക്ക് എത്തിയ, ജനിത്തിലേക്ക് എത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് അബ്ബാസിയ കാലഘട്ടം. ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ദിശാബോധം നൽകിയ, ലോക നാഗരികതയ്ക്ക് വെളിച്ചം പകർന്നു നൽകിയ ലീഡറായിരുന്നു ബഗ്ദാദ് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു ചരിത്രം കൂടി മുസ്ലിം ലോകത്തിനുണ്ട്. ഇന്ന് ആരോപിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും 2000 ലക്ഷ്യത്തിലാണ്. ഒന്നുകിൽ
ഇസ്ലാമിൻ്റെത് യൂറോപ്യൻ സംസ്കാരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിൻ്റെ പുറത്തുള്ള ശത്രുക്കൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന ശത്രുക്കൾ ഇസ്ലാമിന് കാര്യമായിട്ടൊന്നുമില്ല, മതത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഹ്തിഫാൽ ഇമാറ, നാഗരികത കൊണ്ട് ആരാടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇസ്തിബ്ഹാൽ ഹലാറ, സാംസ്കാരിക തനിമ കൊണ്ട് അതിര് കവിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒത്തനാഹി തറഫ്, സുഖലോലഭതയുടെ അങ്ങേയറ്റത്തെത്തിയത്. വസിർവ, ആഡംബരത്തിൻ്റെ, സിർവത്ത് എന്ന് പറഞ്ഞാൽ പ്രതാപം, അതേപോലെ തന്നെ സമ്പത്ത്, ഇതൊക്കെയാണ് സിർവത്ത് എന്ന് പറഞ്ഞാൽ. മാലം തബ്ലുഹ മദനിയത്തിൻ ഖബ്ലഹ വലാ ബഅദ ഇലാ ഹാദൽ അസ്ർ, ഈ കാലഘട്ടം വരെ ആ ഒരു തലത്തിലേക്ക് മറ്റൊരു യൂറോപ്യൻ നാഗരികത എത്തിയിട്ടില്ല, ആഫ്രിക്കൻ നാഗരികത എത്തിയിട്ടില്ല, ഹൈന്ദവ നാഗരികതയും എത്തിയിട്ടില്ല. മാലം തബ്ലുഹ മദനിയത്തിൻ ഖബ്ലഹ, ആ ഒരു തലത്തിലേക്ക് അതിനു മുമ്പുള്ള ഒരു നാഗരികതയും എത്തിയിട്ടില്ല, സംസ്കാരം എത്തിയിട്ടില്ല. വലാ ബഅദഹ, അതിനുശേഷവും എത്തിയിട്ടില്ല. ഇലാ ഹാദൽ അസ്ർ, ഞാൻ ഈ എത്തിയതെന്ന് വരെ. ഹത്താ കാന അഹ്ലുഹ യബ്ലുഗൂന മില്യനൂൻ വനിസ്ഫ മില്യൺ മിന സുക്കാൻ, ഏകദേശം 10,000-കണക്കിന് നഗരവാസികൾ ആ കാലഘട്ടത്തിൽ ആ ഒരു നഗരത്തിലേക്ക് ജീവിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം. ഹത്താ കാന അഹ്ലുഹ യബ്ലുഗൂന മില്യനീൻ വനിസ്ഫ മില്യൺ, 2.5 മില്യൺ ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു. 2.5 ദശലക്ഷം ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു ഓർക്കണം. ഒക്കാനത്തിൽ ബസ്ര ഫി ദർജത്ത് താനിയ, ബസ്രയായിരുന്നു 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. ബഗ്ദാദിൽ നിന്ന് തന്നെ ബസ്ര 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. ആ സമയത്തും ബസ്രയുടെ മാത്രം ജനസംഖ്യ നിസ്ഫ മില്യൺ, 1/2 ലക്ഷം, 1/2 ദശലക്ഷം, 5 ലക്ഷത്തോളം ആൾക്കാർ അവിടെയും താമസിച്ചിരുന്നു എന്നർത്ഥം. അപ്പം ഇസ്ലാമിക സംസ്കാരം ഇങ്ങനെ ഈ ഒരു ലോകതലത്തിലേക്ക് എത്തിയ കാലഘട്ടം ഒരു ചരിത്രം നമുക്കുണ്ട് എന്നർത്ഥം. ഒക്കാനത്ത് ദിമഷ്ക്, ഡമസ്കസ് ആയിരുന്നു. വൽ ഖാഹിറ, കൈറോ ആയിരുന്നു. വഹലബ്, ഹലബ് അതിൽ നിങ്ങളുടെ കിതാബിൽ തന്നെ പറയുന്നില്ല, സിറിയയിലെ വടക്കേറ്റത്തുള്ള ഒരു പട്ടണമാണ് ഹലബ്. സമർഖന്ദ്, ഉസ്ബെക്കിസ്ഥാൻ്റെ രാജ്യമാണ്, ഏഷ്യയിലുള്ള ഒരു ഉസ്ബെക്കിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള സമർഖന്ദ്. അസ്ഫഹാൻ, ഇറാനിലുള്ളൊരു ഇതാണ് അസ്ഫഹാൻ. ഹവാദിർ ഉഖ്റ, മറ്റുള്ള പല നഗരങ്ങളും. കസീറത്തും മിനൽ ബിലാദിൽ ഇസ്ലാമിയ, ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ. കാനത്ത്, ആയിരുന്നു. അംസിലത്തുൻ താമ്മ, ഒരു മകുടോദാഹരണമാണ്. ഒക്കാനത്ത് അംസിലത്തുൻ താമ്മ എന്നാണ്. ഒക്കാനത്ത് ദിമഷ്ക് അംസിലത്തുൻ താമ്മ, ഒരു മകുടോദാഹരണങ്ങളായിരുന്നു. വാഖീസത്തുൻ ബഈദ, അതിബൃഹത്തായ കമ്പാരിസൺ ആണ്. അഖീസത്ത് എന്ന് പറഞ്ഞാൽ മാനദണ്ഡമായിരുന്നു. ഫിസ്തിബ്ഹാറിൽ ഇമ്രാൻ, എങ്ങനെയാണ് നാഗരികതയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിൽ. ഒത്തതാവലിൽ ബുന്യാൻ, എങ്ങനെയാണ് കെട്ടിടങ്ങൾ പൂർണ്ണതോതിൽ നിർമ്മിക്കുക എന്നുള്ളതിൽ. റിഫാഹത്ത് സുക്കാൻ, എങ്ങനെയാണ് ആദിവാസികളുടെ ക്ഷേമം ഉണ്ടാകേണ്ടത് എന്നതിലുള്ള റിഫാഹത്ത്, ക്ഷേമം. അതേപോലെ തന്നെ സുക്കാൻ, ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അതിൽ വസിക്കുന്ന ആൾക്ക്, അത്രയേ ഉള്ളൂ. ഒന്തിഷാർ അൽ ഇൽമി, എങ്ങനെയാണ് ജ്ഞാനപ്രസരണം നടത്തേണ്ടത്. വൽ ഇർഫാൻ, എങ്ങനെയാണ് ശാസ്ത്രാവബോധം ഉണ്ടാക്കേണ്ടത്. ഇർഫാൻ, ഇൽമി, കിലാഹുമ ഫീ മഅന വാഹിദ്. വതഅസ്സുൽ ഫുനൂൻ, എങ്ങനെയാണ് ആർട്സ്, കലകൾക്ക് അസ്ഥിവാരമിടേണ്ടത്. തഅസ്സുൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപ്പെടുത്തുക, അടിത്തറ പാകുക എന്നൊക്കെയാണ്. അൽ മുതഹദ്ദിലത്തുൽ അഫ്നാൻ, മുതഹദ്ദില, വ്യത്യസ്ത ശിഖരങ്ങൾ. മുതഹദ്ദില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിയാടുന്ന, നമ്മൾ ഈ മരങ്ങളിലൊക്കെയും പഴവർഗ്ഗങ്ങൾ ഓരോന്നിലും ഇങ്ങനെ തൂങ്ങി നിൽക്കൂല, വ്യത്യസ്തമായിട്ട്. അത് അതിൻ്റെ അർത്ഥമാണ് ഹദല, തൂങ്ങിയാടുക. മുതഹദ്ദിലത്തുൽ അഫ്നാൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കലകൾക്ക് എങ്ങനെയാണ് അസ്ഥിവാരമിടേണ്ടത്, അടിത്തറയിടേണ്ടത് എന്നതിനുള്ള മകുടോദാഹരണമായിരുന്നു ഈ ദിമഷ്കും, ഈ കൈറും, ഈ ഹലബും, ഈ സമർഖന്ദും, ഈ ഇസ്ഫഹാനൊക്കെയും. ഇസ്ലാമിക് സംസ്കാരം മുഴുവനൊക്കെ ദിമഷ്ക് വൽ ഖാഹിറ വഹലബ് വസമർഖന്ദ് വസ്ഫഹാൻ വഹാവ കസീറത്ത് മിൻ ബിലാദിൽ ഇസ്ലാം, ഇസ്ലാമിക നാടുകളിലുള്ള ഈ നാടുകളൊക്കെയും ആയിരുന്നു അംസിലത്തുൻ താമ്മ, കൃത്യമായിട്ടുള്ള ഒരു മകുടോദാഹരണമായിരുന്നു. വാഖീസത്തുൻ ബഈദ, കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡമായിരുന്നു. ഫിസ്തിബ്ഹാറിൽ ഇമ്രാൻ, എങ്ങനെയാണ് നാഗരികത വളർത്തേണ്ടതിൽ എന്നതിൽ ഒരു കൃത്യമായ മകുടോദാഹരണം. ഒത്തതാവുലിൽ ബുന്യാൻ, കെട്ടിടങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്നതിൽ കൃത്യമായിട്ടുള്ളൊരു മകുടോദാഹരണങ്ങളായിരുന്നു ഇതൊക്കെയും. ഒരു ഫാഹത്ത് സിക്കാൻ, എങ്ങനെയാണ് ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ഒന്തിഷാർ ഇൽമാൻ, ജ്ഞാനപ്രസരണം എങ്ങനെ നടത്തണം. അൽ ഇർഫാൻ, ശാസ്ത്രാവബോധം എങ്ങനെ ഉണ്ടാക്കണം. വതഅസ്സുൽ ഫുനൂൻ അൽ മുതഹദ്ദിലത്തുൽ അഫ്നാൻ, വ്യത്യസ്ത കലകൾക്ക് എങ്ങനെയാണ് അടിസ്ഥാനം ഒരുക്കേണ്ടത് എന്നതിനുള്ള നല്ലൊരു ഉദാഹരണമായിരുന്നു ദിമഷ്കും ഖാഹിറും ഒക്കെയും. ഒക്കാനത്തിൽ ഖൈറുവാനായിരുന്നു. ഒഫാസ്, ഖൈറുവാൻ
തുണീഷ്യയിലെ ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഫാസ് മൊറോക്കയിലുള്ള ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ തിൽമിസാൻ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഉപദ്വീപിലുള്ള ഒരു സ്ഥലമാണ്. ഒരു നാഗരികതയാണ് തിൽമിസാൻ നാഗരികത. അതേപോലെ തന്നെ മറാക്കിഷ് ഫിൽ മഗ്രിബ്, മൊറോക്കയിലെ മറാക്കിഷ് അല്ലെങ്കിൽ മുറാക്കിഷ് പട്ടണമോ മൊറാക്കിഷ് ഫിൽ മഗ്രിബ്, മൊറോക്കയിലെ മഗ്രിബ് മൊറാക്കിഷ് പട്ടണം. അഅ്ലമു ആലമിൻ അയ്യതാവിലഹ മുതാവിൽ, കെട്ടിടം നിർമ്മിക്കുന്ന ആൾക്ക് ആലോചിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ഒരു കെട്ടിടമായിരുന്നു. മിൻ അയ്യുതാവിലഹ മുതാവിൽ, താവല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അങ്ങനെ ദീർഘമായിട്ട് കെട്ടി നിർമ്മിക്കുക, അതിനേക്കാളും അപ്പുറയായിരുന്നു. അയ്യുനാദിറഹ മുനാദിർ, അല്ലെങ്കിൽ വാദിക്കുന്ന ആൾക്കാർക്ക് വാദത്തിനേക്കാളും അപ്പുറമായിരുന്നു അവിടെയുള്ള ഓരോ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും നാഗരികതയൊക്കെയും. അയ്യുക്കാസിറഹ മുക്കാസിറും ഫി ബിൽദാൻ ഔറുബ, അല്ലെങ്കിൽ യൂറോപ്യൻ നാടുകളിലുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഏറ്റി പറയുന്ന ആൾക്കാർ, ആ ഏറ്റി പറയുന്ന ആൾക്കാരുടെ ഏറ്റുപറച്ചിലിനേക്കാളും അപ്പുറമായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെയും. അത്തഹാദിൽ ഖുറൂനുൽ അഖീറ, ഈ അടുത്ത ഏറ്റവും കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും മികച്ച ഈ കെട്ടിടങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാഗരികതയുടെ ഉദാഹരണമാണ്. ചിലപ്പോൾ ഏറ്റു പറയുന്ന ആൾക്കാർക്ക് ഇത്ര കണ്ടും ഏറ്റു പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി പറയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വാദിക്കുന്ന ആൾക്കാർക്ക് ഈ തരത്തിലൊന്നും കാണാൻ പറ്റൂല. അതേപോലെ തന്നെ കെട്ടിടം നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ഈ തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റൂല. അത്തരത്തിലുള്ള നാഗരികതയുടെ തനിമ വിളിച്ചോതിയ സ്തൂപങ്ങളായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നത് എന്നർത്ഥം. ഓക്കെ, തൽക്കാലം നിർത്താണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.